നീ നിന്റെ വീട്ടിൽ നിന്ന് പോയി ഫതഅല്ലമ ബാബൻ മിനൽ കിതാബ് ഫതഅല്ലമ ബാബൻ മിനൽ ഇൽമി, അറിവിന്റെ ഒരു പാഠം നീ പഠിക്കുക എന്നത് ഖൈറും മിൻ അൽഫി റക്അ, ഖൈറും മിൻ അൻ തുസല്ലിയ അൽഫ റക്അ, 1000 റക്അത്ത് നീ നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ പഠിക്കുക എന്നത് എത്രമേൽ പ്രാധാന്യമുള്ള കാര്യമാണ്. വിശിഷ്യ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയവും കാലികമായ ഏറെ പ്രസക്തിയുള്ള വിഷയമാണല്ലോ. ആടും മാടും നമ്മുടെ നാടും എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു വിഷയമാണല്ലോ ഇത്. മാത്രമല്ല ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന് തന്നെ ഒരു നിശ്ചിതമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അറക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പലതിനെയും, പിന്നെ പറഞ്ഞു പലതിനെയും പ്രജനനം നടത്താൻ പാടില്ല, പലതിനെയും പോറ്റണമെങ്കിലും വളർത്തണമെങ്കിലും നിയമമുണ്ട് എന്ന് പറഞ്ഞു. പലതും ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായൊരു നിശ്ചയമായ ഒരു കൃത്യമായ നിലപാടിലേക്ക് എത്തിച്ചേരാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെയാണ് നമ്മൾ 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാ വിഷയങ്ങൾക്കും 100% അളന്നു മുറിച്ച അല്ലാഹു തന്റെ നിയമങ്ങളാ ഹബീബിലൂടെ പഠിപ്പിച്ചു പോയിട്ടുണ്ട് നമ്മളെ. ഇവിടെയാണ് നമ്മൾ ആ പ്രസക്തമായ വിഷയം ചർച്ച ചെയ്യുന്നത്. ആടും മാടും നമ്മുടെ നാടും എന്നാണ് നമ്മുടെ വിഷയം. ഇത് സംബന്ധമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം എന്ത് എന്ന്, ഇത് അറക്കാനും മാംസം ഭക്ഷിക്കാനും പാടില്ല എന്ന് പറയുന്നവരുടെ മതഗ്രന്ഥങ്ങളുടെ അധ്യാപനങ്ങൾ എന്ത് എന്നും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥിതി എന്ത് എന്നുമെല്ലാം ഒരു ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സെല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുള്ള സദസ്സാക്കി തരട്ടെ. അർഹമുർറാഹിമീനായ അല്ലാഹ്, കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒത്തുചേരാനുള്ള സൗഭാഗ്യമുണ്ടാവണേ എന്ന് നിന്നോട് ദുആ ചെയ്തതിനുള്ള അവസരമാണ് റബ്ബേ നീ നൽകിയത്. ഈ കൊല്ലവും ഒരുമിച്ചു ചേരാനും കഴിയില്ലെന്ന് വിചാരിച്ചതായിരുന്നല്ലോ. റഹ്മുർറാഹിമീനായ റബ്ബേ, നീയാണതിന് അവസരം നൽകിയത്. നീ ദുആക്ക് ഉത്തരം ചെയ്തതുകൊണ്ടല്ലാഹ് നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അക്ഷരത്തിന്റെയും വെളിച്ചം ഉൾക്കൊള്ളാനും അല്ലാഹുവേ ഓരോ അക്ഷരങ്ങളുടെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാനുമുള്ള ഒരു സദസ്സായ ഖിയാമത്ത് നാൾ വരെ ഈ സദസ്സിനെ നീ നിലനിർത്തണേ അല്ലാഹുവേ. അങ്ങനെ തലമുറകൾക്ക് അല്ലാഹുവിന്റെ ദീൻ കൈമാറുന്ന ഒരു സംരംഭമായി അല്ലാഹുവേ ഇതിനെ നിലനിർത്തണേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആടും മാടും നമ്മുടെ നാടും എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അല്ലാഹുവാണ്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലങ്ങളിലല്ല ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് മനസ്സിലാവാൻ പറയുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സത്യസന്ധമായ സത്ത എന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ആരാധനക്കർഹനായ ആൾ എന്നാണ് അല്ലാഹു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നതാണ് അല്ലിലാഹ്, യഥാർത്ഥമായ ആരാധ്യൻ എന്നർത്ഥം. ആ പ്രപഞ്ചനാഥനായ റബ്ബാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. മാത്രമല്ല ഈ അണ്ഡകടാഹത്തിലുള്ള സർവമാന ശക്തികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചതും അവൻ തന്നെയാണ്. ആകാശഭൂമികളിൽ പ്രപഞ്ചത്തിന്റെ ഏതെല്ലാം കോണുകളിൽ ശക്തികളുണ്ടോ അവിടെയെല്ലാം സൃഷ്ടാവ് സംവിധായകൻ അല്ലാഹുവാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. വമാ ബൈനഹുമാ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ, ആകാശഭൂമികളിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടാവും അല്ലാഹുവാണ്. പ്രപഞ്ചത്തിൽ മൊത്തം എത്ര സൃഷ്ടികളുണ്ട് എന്ന കാര്യത്തിൽ ഇന്ന് വരെ ഏകകണ്ഠമായൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ അവൻ അധിവസിക്കാൻ തുടങ്ങി ഭൂമിയിൽ പോലും എത്ര ജീവജാലങ്ങളുണ്ടെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ അവന് കഴിഞ്ഞിട്ടില്ല. ചില ശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്,
ഭൂമിയിൽ 1,60,00,000 ജീവജാലങ്ങളുണ്ട് എന്ന് അവരെണ്ണി പറഞ്ഞതല്ല, അവർ തിട്ടപ്പെടുത്തി പറഞ്ഞതല്ല, നിഗമനം പറഞ്ഞതാണ്. ഭൂമിയിൽ മാത്രം 1,60,00,000 ജീവജാലങ്ങളുണ്ട് എന്ന്. ആ ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ മനുഷ്യരാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നു, പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മലക്കുകളല്ല, മനുഷ്യരാണെന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നമ്മൾ ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് നൽകിയ അല്ലാഹു ആദരിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ആദരവിന്റെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളിൽ അല്ലാഹു തന്റെ പ്രതിനിധിയായി നിയോഗിച്ചതാരെയാ? മനുഷ്യനെയാണ്. വജഅൽനാകും ഖലായിഫ ഫിൽ അർള്, അല്ലാഹുവിന്റെ ഭൂമിയിലെ റബ്ബിന്റെ പ്രതിനിധികളാണ് മനുഷ്യർ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വജഅൽനാകും, നിങ്ങളെ നാം ആക്കിയിരിക്കുകയാണ് ഖലായിഫ ഫിൽ അർള്, ഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രതിനിധികളായി അല്ലാഹു നിങ്ങളെ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ അല്ലാഹു മനുഷ്യരെ ആദരിച്ച ആദരവിന്റെ ഭാഗമാണ് അല്ലാഹു മനുഷ്യരെ അവന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തു എന്നത്. രണ്ടോ മാത്രമല്ല, പ്രതിനിധിയായി അല്ലാഹു ഭൂമിയിലേക്ക് മനുഷ്യനെ അയച്ചപ്പോൾ ഈ ഭൂമിയെ തന്നെ അല്ലാഹു മനുഷ്യന് വേണ്ടി സംവിധാനിച്ചതാണ്, സജ്ജീകരിച്ചതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിൽ എന്തെല്ലാം സംവിധാനങ്ങൾ അല്ലാഹു ചെയ്തിട്ടുണ്ടോ എല്ലാം ഖലഖലകും, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ചെയ്തതാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാം മനുഷ്യർക്ക് വേണ്ടി ചെയ്തതാണ് എന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുന്നത്. ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ ആരാണോ അവനാ മനുഷ്യനോട് പറഞ്ഞു തരുന്നത്, ഭൂമിയിലുള്ള എല്ലാ സംവിധാനവും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാം ഒന്നും അതിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ല. ഇവിടെ ഖുർആൻ പ്രയോഗിച്ച പദമുണ്ടല്ലോ, മാ എന്നാണ്. മാ എന്നത് എല്ലാ ജീവനും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ് മാ എന്ന് പറയുന്ന പദം. അതിൽ പെടാത്ത ഒന്നുമില്ല. അപ്പൊ എന്തെല്ലാം നമ്മുടെ കണ്ണിന് ഗോചരീഭവിക്കുന്നതുണ്ടോ, ഗോചരീഭവിക്കാത്തതുണ്ടോ, കാണാൻ കഴിയുന്നതുണ്ടോ, കാണാൻ കഴിയാത്തതുണ്ടോ, എന്തൊക്കെ സംവിധാനം ഭൂമിയിൽ നടക്കുന്നുണ്ടോ, മനുഷ്യൻ കാണുന്നുണ്ടോ, എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാരുടെ ഗർഭപാത്രത്തിലായിരുന്നു നമുക്ക് ആ ഗർഭപാത്രത്തിൽ വളരാനുള്ള സംവിധാനം ചെയ്തു തന്ന റബ്ബ് തന്നെ. അല്ലാഹുവിന്റെ പ്രതിനിധികളായ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനുള്ള സംവിധാനവും അവൻ തന്നെയാണ് ചെയ്തു കൊടുത്തത്. അങ്ങനെയല്ലേ? ഗർഭിണിയായ പെണ്ണിന് ചില ഭക്ഷണത്തോട് വിരക്തിയുണ്ടാവും. എപ്പോഴാ ഭക്ഷണത്തോട് വിരക്തിയുണ്ടാകുന്നത്? ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞിന് അത് ദോഷകരമാണെന്ന് തോന്നുമ്പോൾ ആരാണോ മാതാവിന്റെ മനസ്സിനതിനോട് വിരക്തി തോന്നിച്ചത്, അതേ റബ്ബാണ് ഭൂമിയിൽ മനുഷ്യന് വേണ്ട സംവിധാനം ചെയ്തത്. ഉമ്മമാരുടെ ഗർഭപാത്രത്തിലായിരുന്ന ഈ മനുഷ്യ കുഞ്ഞിന് ആ ഗർഭപാത്രത്തിൽ ഘട്ടം ഘട്ടമായി വളരാൻ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് പോഷകാഹാരങ്ങൾ എത്തിച്ചു കൊടുത്ത റബ്ബ് തന്നെയാണ് ഭൂമിയിലേക്ക് ജനിച്ചു എന്ന മനുഷ്യനും വളരാനും ജീവിതം ചിട്ടപ്പെടുത്താനുമുള്ള സൗകര്യവും സംവിധാനവും ചെയ്തത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഭൂമിയിലേക്ക് ജനിച്ചു വീണപാടെ ശ്വസിക്കാതെ മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഓക്സിജൻ അവന്റെ ശരീരത്തിലേക്ക് എത്തണോ? മാതാവിന്റെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്തിക്കാൻ സംവിധാനം ചെയ്ത റബ്ബ് തന്നെയാണ്. മനുഷ്യന് ശ്വസനം ആവശ്യമായതുകൊണ്ട്, ഓക്സിജൻ ആവശ്യമായതുകൊണ്ട് പിറന്ന വീടുപാട് ശ്വസിക്കാനുള്ള സംവിധാനം ചെയ്തത്. അതിനാണ് അവൻ വായുമണ്ഡലം സൃഷ്ടിച്ചിരിക്കുന്നത്, ഓക്സിജൻ സംവിധാനം ചെയ്തത്. ഈ ഓക്സിജൻ തീർന്നു പോവാൻ പാടില്ല. പെട്രോൾ തീർന്നാൽ പെട്രോൾ പമ്പ് അടച്ചിടും, ഗ്യാസ് തീർന്നാൽ പിന്നെ നമ്മൾ വിറകുപയോഗിച്ച് കത്തിക്കും. പക്ഷേ ഓക്സിജൻ തീർന്നു പോയാലോ മനുഷ്യന് ജീവഹാനി സംഭവിക്കുമെന്നതുകൊണ്ടാണ് തീർന്നു പോകാത്ത സംവിധാനം അല്ലാഹു ചെയ്തത്.
അത് ഈ സസ്യലതാദികൾ, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള സസ്യലതാദികൾ നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവ ശ്വസിക്കുകയും അവ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. നമ്മൾ ആ ഓക്സിജൻ ശ്വസിക്കുകയും അവയ്ക്കാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ തിരിച്ചു നൽകുകയും ചെയ്യുന്നു. ആരായി സംവിധാനം ചെയ്തത്? ഗവൺമെന്റാണോ? ആരാണ് ഈ സംവിധാനം ചെയ്തത്? അത് ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ നിയന്താവായ ഏകനായ അല്ലാഹുവാണെന്ന് പരിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുന്നുണ്ട്. അതേപോലെ വെള്ളം, മനുഷ്യന് കുടിക്കാൻ വെള്ളം വേണമല്ലോ, പാനീയം വേണമല്ലോ. ഒരു മനുഷ്യ ശരീരത്തിലെ 70% ജലമാണ്, വെള്ളമാണ്. അതുകൊണ്ട് ആ ജലത്തിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ നിലനിർത്തിയില്ല എങ്കിൽ അപകടം സംഭവിച്ചു പോകും ശരീരത്തിന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ മനുഷ്യന് കഴിയാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന് അങ്ങനെ ഒരു സംവിധാനത്തിൽ നമ്മെ സൃഷ്ടിക്കാമായിരുന്നു. അങ്ങനെ ഒരു സംവിധാനത്തിൽ അല്ലാഹു നമ്മളെ സൃഷ്ടിക്കാമായിരുന്നല്ലോ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹു. പക്ഷേ അല്ലാഹു സൃഷ്ടിച്ച രീതി എങ്ങനെയാണ്? മനുഷ്യൻ വെള്ളം കുടിക്കണം എന്നതാണ് അല്ലാഹു സൃഷ്ടിച്ച രീതി. ഭൂമിയിൽ നിലനിൽക്കാൻ അല്ലാഹു സംവിധാനിച്ച രീതി അതാണ്. അതിനല്ലാഹു ചെയ്തതെന്താ? മനുഷ്യന്റെ ശരീരത്തിനാവശ്യമായ വെള്ളം കുടിക്കാനും അവന്റെ ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങളിലും അവന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങളിലും അവന്റെ നിത്യജീവിതത്തിന്റെ ആവശ്യമായ മേഖലകളിലും ഉപയോഗിക്കാൻ ആവശ്യമായ വെള്ളം അല്ലാഹു ആകാശത്ത് നിന്ന് ഇറക്കിത്തരികയാണ്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, നിങ്ങളാണോ മേഘങ്ങളിൽ നിന്ന് ആ വെള്ളം ഇറക്കി കൊണ്ടുവരുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നമ്മളാണോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. നിങ്ങളാണോ നമ്മളാണോ അത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണോ അത് ഈ ഭൂമിയിൽ അല്ലാഹു ചെയ്തു വെച്ചതാണ്, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ചെയ്തു വെച്ചതാണ്. ഖുർആൻ വേറെ സ്ഥലത്ത് ഓർമ്മപ്പെടുത്തിയല്ലോ, അവലം യറൂ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുറുസ്, സസ്യലതാദികളില്ലാത്ത, ഉണങ്ങിപ്പോയ അല്ലെങ്കിൽ വരണ്ടുപോയ സസ്യലതാദികളൊക്കെ ഉണങ്ങിപ്പോയ ഭൂമിയിലേക്ക് നമ്മൾ മഴയെ ഇറക്കിക്കൊണ്ടുവരികയാണ്. ഫനുഖ്രിജു ബിഹി സഅൻ തഅകുലു മിൻഹു അനാമുഹും, മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റാവുന്ന രീതിയിലുള്ള പുല്ലുകളും ചെടികളും നമ്മൾ മുളപ്പിച്ചു കൊണ്ടുവരുന്നു. വഅൻഫുസുഹും, മനുഷ്യർക്ക് തിന്നാൻ പറ്റാവുന്നവയും. അഫലാ യുബ്സിറൂൻ, മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? കേന്ദ്രമാണോ മഴ പെയ്യിപ്പിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റാണോ ഓരോ വർഷവും നമുക്ക് ആവശ്യമായ വെള്ളം തരുന്നത്? അല്ല, റബ്ബുൽ ആലമീനായ അല്ലാഹുവാൻ. അല്ലാഹു പറയാണ്, ഞാനാണ് ആ സംവിധാനം ചെയ്തത്. അപ്പം മനുഷ്യർക്ക് ആവശ്യമായ വെള്ളം, ശരീരത്തിന് ആവശ്യമായ വെള്ളം അല്ലാഹു സംവിധാനിച്ചതാണ്. അങ്ങനെ ഈ കാണുന്നതെല്ലാം, ഞാനൊരു വിശദമായ ചർച്ചയിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാനാണ് ഈ ആമുഖങ്ങൾ പറഞ്ഞു വരുന്നത്. എല്ലാ സംവിധാനവും അല്ലാഹു ചെയ്തതാണ്. സൂര്യപ്രകാശം മനുഷ്യന് ആവശ്യമാണ്, അല്ല എങ്കിൽ മനുഷ്യന് ജീവിക്കാനും കഴിയില്ല. ശാസ്ത്രമത് പറയുന്നുണ്ട്. മനുഷ്യനാവശ്യമായ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ സസ്യലതാദികൾ വളരണം. സസ്യലതാദികൾ വളരണോ? സൂര്യപ്രകാശം ആവശ്യമാണ്. ഈ സൂര്യനെ സംവിധാനിച്ചതാരാണ്? അല്ലാഹു. 15 ലക്ഷം കോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനെ കൊണ്ടുപോയി നിർത്തിയത് എന്തുകൊണ്ട്? അത് ഭൂമിയോടടുത്തു പോയാൽ മനുഷ്യന് ഹാനികരമാണ്. അതാരും ചെയ്തതല്ലല്ലോ, പ്രപഞ്ചനാഥനായ റബ്ബ് ചെയ്തതാണ്. അത് മനുഷ്യനോടടുത്തു നിന്നാൽ ഹാനികരമാണെന്ന് മനസ്സിലാക്കിയ അല്ലാഹു തന്നെ 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തെ കൊണ്ടുപോയി സംവിധാനിച്ചിട്ടുണ്ട്. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. അതല്ലാഹു ചെയ്തതാണെന്ന് ഖുർആൻ എടുത്തു പറയുന്നു. അല്ലാഹു തന്നെ എടുത്തു പറയുകയാണ്. മാത്രമല്ല, സൂര്യപ്രകാശം ആവശ്യമാണെങ്കിലും 24 മണിക്കൂറും അസ്തമിക്കാതെ ഈ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നാൽ അതും ഉപദ്രവമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് 12 മണിക്കൂർ സൂര്യപ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയെ തണുപ്പിക്കാൻ ഈ സൂര്യനെ മറിച്ചു കൊണ്ടുപോകുന്നത് അല്ലാഹു മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ആ
ആരാണത് ചെയ്യുന്നത്? മനുഷ്യന് വേണ്ടി ചെയ്യുന്നത് അല്ലാഹുവാൻ. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, രണ്ട് കിഴക്കിന്റെയും രണ്ട് പടിഞ്ഞാറിന്റെയും ഉടമസ്ഥനായ റബ്ബാണത് ചെയ്യുന്നത്. ഇന്നലെ വൈകുന്നേരം സൂര്യനെ അസ്തമിപ്പിച്ചതാരാ? ആരാ ചെയ്തത്? കൃഷിമന്ത്രിയാണോ ചെയ്തത്? അല്ല. പ്രതിരോധ മന്ത്രിയാണോ ചെയ്തതല്ല. കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാരാണോ? അല്ല. ISRO ഉദ്യോഗസ്ഥന്മാരാണോ ചെയ്തതല്ല. ആര് ചെയ്തതാണ്? പ്രപഞ്ചനാഥനായ റബ്ബ് ചെയ്തതാ. ആർക്ക് വേണ്ടിയാ റബ്ബ് ഇത് ചെയ്യുന്നത്? ഖലഖലകും മാ ഫിൽ അർളി ജമീആ, എല്ലാ സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് അല്ലാഹു തന്നെ വിളിച്ചു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ ഭൂമി, ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, ഭൂമിയുടെ ഉൾഭാഗം കത്തിജ്വലിക്കുന്ന ലാവകളാണ് അല്ലേ? അതുകൊണ്ടാണ് കിണർ കിണറിങ്ങനെ കുഴിച്ച് താഴേക്ക് പോകുന്നതിനനുസരിച്ച് ചൂട് കൂടും, ഊഷ്മാവ് കൂടും. അത് കിണറിന്റെ പണിയെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടുന്ന. ഒരുപാട് ആഴങ്ങളിലേക്ക് എത്തിയാലോ ഭൂമിയുടെ അന്തർഭാഗത്തുള്ളത് ലാവകളാണ്, തീജ്വാലകളാണ്. നിങ്ങൾ ആലോചിക്കണേ, അങ്ങനെയുള്ള ഒരു ഗോളത്തിന്റെ പ്രതലമോ. അലം നജ്അലിൽ അർള മിഹാദാ, തൊട്ടിൽ പോലെ ആക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹു. മനുഷ്യർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റാവുന്ന ഊഷ്മാവ്, ജീവിക്കാൻ പറ്റാവുന്ന അന്തരീക്ഷം ആര് ചെയ്തതാണ്? അല്ലാഹു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വന്നത്? നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന്റെ ആമുഖമായി പറഞ്ഞു എന്നതാണ്. ഇങ്ങനെ എല്ലാ സംവിധാനവും അല്ലാഹു ചെയ്തതാണ്. മനുഷ്യൻ ആവശ്യമുള്ള വായു റബ്ബ് ചെയ്തതാണ്. മനുഷ്യർക്ക് ആവശ്യമുള്ള വെള്ളം അല്ലാഹു ഇറക്കിത്തരുന്നതാണ്. അതേപോലെ സൃഷ്ടാവായ റബ്ബാണ് മനുഷ്യൻ ഭക്ഷണം കഴിച്ചാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന രീതി സ്വീകരിച്ചത്. മനുഷ്യൻ ഭക്ഷണം കഴിക്കണം ആര് തീരുമാനിച്ച? ഗവൺമെന്റ് തീരുമാനിച്ചല്ലേ? അല്ലാഹു തീരുമാനിച്ചതാ. ഒരാൾക്ക് ഭക്ഷണമില്ലാതെ മാക്സിമം പോയാൽ 66 ദിവസമേ ജീവിക്കാൻ കഴിയൂ. 66 ദിവസമേ ജീവിക്കാൻ കഴിയുമെന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നു. എന്നാൽ വെള്ളം കുടിക്കാതെ ഒരു മനുഷ്യന് 6 ദിവസം മാത്രമേ ജീവിക്കാനും കഴിയൂ. അപ്പൊ വെള്ളവും ഭക്ഷണവും മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളതാക്കിയതാരാ? റബ്ബാണ്, അല്ലാഹുവാൻ, പ്രപഞ്ചനാഥനായ റബ്ബാൻ. ഈ ശരീരം വെള്ളം കുടിച്ചാണ് ഇതിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇതിന്റെ ആരോഗ്യം നിലനിൽക്കുന്നത് എന്ന രീതി സ്വീകരിച്ചത് പ്രകൃതിയല്ല, നമ്മളാരുമല്ല, പ്രപഞ്ചനാഥനായ റബ്ബാണ്. ഭക്ഷണം കഴിക്കുക എന്ന പ്രകൃതം ശരീരത്തിന് സൃഷ്ടിച്ച റബ്ബ് തന്നെ. ആ ശരീരത്തിന് എന്തൊക്കെ ഭക്ഷണങ്ങൾ ആവശ്യമാണോ ആ ഭക്ഷണങ്ങളെല്ലാം അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ, എന്തൊക്കെ ഭക്ഷണമാണ് ഒരു ശരീരത്തിന് ആവശ്യമുള്ളത്. ഈ ശരീരം സംവിധാനിച്ച റബ്ബ് തന്നെ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെ ഭക്ഷണമാണ് ഒരു ശരീരത്തിന് ആവശ്യമെന്ന്. ഹുവല്ലദീ അൻശഅ ജന്നാതിൻ മഅറൂശാതിൻ വഗൈറ മഅറൂശാത് വന്നഖല വസ്സറഅ മുഖ്തലിഫൻ ഉകുലുഹു والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ശ്രദ്ധിക്കണം ഈ ആയത്തിലേക്ക്. ഹുവല്ലദീ അൻശഅ ജന്നാതിൻ മഅറൂശാത് വഗൈറ മഅറൂശാത്, പന്തലിൽ പടർന്നു പിടിക്കുന്ന സസ്യലതാദികളെയും, വഗൈറ മഅറൂശാത്, പന്തലിൽ പടർന്നു പിടിക്കാത്ത കാണ്ഡങ്ങളിൽ വളർന്നു പോകുന്ന സസ്യങ്ങളെയും അല്ലാഹുവാണ്, തോട്ടങ്ങളെയും അല്ലാഹുവാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. ഹുവല്ലദീ, അല്ലാഹുവാണ്, അൻശഅ, ഉണ്ടാക്കിയത്, ജന്നാത്തിൻ, തോട്ടങ്ങളെ, മഅറൂശാത്തിൻ, പന്തലിൽ പടർന്നു പിടിക്കുന്ന തോട്ടങ്ങളെ. പന്തലിൽ പടർന്നു പിടിക്കുന്ന തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്തിരി പന്തലിൽ പടർന്നു പിടിക്കുന്നതാണ്. അതേപോലെ പടവലം
പച്ചക്കറികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ, പന്തലിൽ പടർന്നു പിടിക്കുന്നതാണ്. അതേപോലെ പാവക്ക പന്തലിൽ പടർന്നു പിടിക്കുന്നതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. പന്തലിൽ പടർന്നു പിടിക്കുന്ന തോട്ടങ്ങളെ അല്ലാഹുവാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത്. കാണ്ഡങ്ങളിൽ വളർന്നു പോകുന്നവും പന്തലാവശ്യമില്ലാത്തവയും അങ്ങനെയുള്ള സസ്യങ്ങൾ. തെങ്ങ് കാണ്ഡത്തിൽ വളർന്നു പോകുന്നതാണ്. ആപ്പിൾ കാണ്ഡത്തിൽ വളർന്നു പോകുന്നതാണ്. ഇങ്ങനെ ധാരാളം നിങ്ങൾക്ക് പറയാൻ കഴിയും. ഈ രണ്ട് രീതിയിലുമുള്ള സസ്യലതാദികളെ, അവയുടെ തോട്ടങ്ങളെ അല്ലാഹുവാണ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത്. വന്നഖല, ഈത്തപ്പനയും അല്ലാഹുവാണ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത്. വസ്സറഅ, കൃഷിയെയും. കൃഷി, നെല്ല്, ഗോതമ്പ്, ചോളം എല്ലാം ആ വിഭാഗത്തിൽപ്പെടും, ധാന്യങ്ങളെല്ലാം. അപ്പോ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തോട്ടങ്ങളെ അല്ലാഹുവാണ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത്. കൃഷിയെ, ധാന്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തെയും അല്ലാഹുവാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. മുഖ്തലിഫൻ ഉക്കലോ, വ്യത്യസ്തമായവ. അരി മാത്രമല്ല, ഗോതമ്പുണ്ട്, ചോളമുണ്ട്, യവമുണ്ടൊക്കെ ഉണ്ട്. വസ്സൈതൂന, സൈതൂനിനെയും അല്ലാഹുവാണ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത്. വറുമ്മാൻ, റുമ്മാനിനെയും അല്ലാഹുവാണ് മുളപ്പിച്ചു തന്നത്. മുത്തശാബിഹൻ വഗൈറ മുത്തശാബിഹ്, പരസ്പരം സദൃശമായവയും സദൃശമാവാത്തവയും. നേരത്തെ പറഞ്ഞതിൽ പെടുതൊക്കെ പന്തലിൽ പടർന്നു പിടിക്കുന്നതും പന്തലിൽ പടർന്നു പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പെടാത്തൊന്നുമില്ല. പിന്നെന്തിനാ ഈത്തപ്പന, റുമ്മാൻ, സൈത്തൂൻ ഇതൊക്കെ എടുത്തു പറഞ്ഞത്? അതൊക്കെ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഏറെ ആരോഗ്യദായകമായവയാണ്. ഗൾഫിലുള്ള ആളുകളോട് ചോദിച്ചാൽ പറയാം, അറബികൾ സൈത്തൂൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കൽ കുറവാണ്. ഒലീവിന്റെ കായയോ ഒലീവിന്റെ എണ്ണയോ അറബികളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. നമ്മൾ പറയാറില്ലേ അറബിയൊക്കെ ഇടുന്ന ആരോഗ്യം കിട്ടിയെന്ന്? ഒന്നതിന്റെ കാരണം അതാണ്, ഒലീവ്. അപ്പോ ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് അല്ലാഹു ചിലത് എടുത്തു പറഞ്ഞതാണ്. ചിലത് സാദൃശ്യമാണ് ചിലതിനോട്, ചിലത് സദൃശ്യമല്ല. ഇവയുടെ എല്ലാം പഴങ്ങൾ നിങ്ങൾ കഴിച്ചോളൂ, ഇവയുടെ എല്ലാം ഫലങ്ങൾ നിങ്ങൾ കടിച്ചോളൂ. ഇദാ അസ്മറ, അവ നിങ്ങൾക്ക് ഫലം ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ കഴിക്കുക മാത്രം ചെയ്താൽ പോരാ. വആതു ഹഖ്ഖഹു യൗമ ഹസ്വാദി, അത് നിങ്ങൾ കൊയ്തെടുക്കുമ്പോൾ അതിന്റെ വിഹിതം നിങ്ങൾ നൽകുകയും ചെയ്യണം. ആർക്ക്? അതില്ലാത്തവർക്ക്, പാവങ്ങൾക്ക്. വലാ തുസ്രിഫാ, നിങ്ങൾ അമിതമായി കഴിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമായി കഴിക്കുന്നവരെ റബ്ബിന് ഇഷ്ടമല്ല. ഇനി കേട്ടോളൂ, വമിനൽ അന്നാമി, ആടുമാടൊട്ടകങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങൾക്കുണ്ടാക്കി തന്നിട്ടുണ്ട്. ഹമൂലതൻ വഫർശാ, ഹമൂലതൻ, നിങ്ങളുടെ ചരക്കു സാധനങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിക്കൊണ്ടുപോകാൻ, ചരക്കു നീക്കത്തിന് നിങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള വലിയ വലിയ മൃഗങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. വലിയ ഒട്ടകങ്ങൾ, വഫർശാ, ചരക്ക് നീക്കത്തിന് പറ്റാത്ത രീതിയിലുള്ള ആടുമാടുകളെയും അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. ശക്തമായ അള്ളാഹ് അങ്ങനെ എടുത്തു പറഞ്ഞു തരികയാണ്. അല്ലാഹു എടുത്തു പറയാൻ അൻആം. അൻആം എന്ന് പറഞ്ഞാൽ ആടുമാടൊട്ടകങ്ങൾക്കാ പറയുക. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേരാണ് അൻആം. ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളോ ക്രൈസ്തവ സഹോദരങ്ങളോ മറ്റു മതവിശ്വാസികളോ ഈ സദസ്സിലുണ്ടെങ്കിൽ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അൻആം എന്ന് പറയുന്ന ഒരു അധ്യായം ഖുർആനിലുണ്ട്. ആടുമാടൊട്ടകങ്ങളാണ്. ആ വിഷയത്തെ ആ സൂറത്തിന്റെ ആമുഖത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധമായുള്ള വിവരണം നടത്തുന്നുണ്ട്. വമിനൽ അൻആമി, ആടുമാടൊട്ടകങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹമൂലതൻ വഫർശാ, നിങ്ങളുടെ ചരക്കുകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാൻ പറ്റാവുന്ന, വഹിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന ആ രീതിയിലുള്ള മൃഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. വഫർശാ,
അതിന് പറ്റാത്തവയുമായ മൃഗങ്ങളെയും സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. കുലാ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നതിൽ നിന്നൊക്കെ നിങ്ങൾ കഴിച്ചോളോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് തന്റെ അടിമകളോട്, മനുഷ്യരോട്, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലകും അദുവ്വം മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കണം. ഇതിൽ അല്ലാഹു പറഞ്ഞത് പഴങ്ങൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം, മാംസം കഴിക്കണമെന്നാണ്. പഴങ്ങൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം, ധാന്യങ്ങൾ കഴിക്കണം, മാംസം കഴിക്കണം. ആരോഗ്യശാസ്ത്രം പറഞ്ഞെന്താ? ഈ നാലും ചേർന്ന രീതിയിലുള്ള ഒരു മിശ്രിതമായ ആഹാരമാണ് ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുമുണ്ടല്ലോ. ഇനി ശ്രദ്ധിക്കാഹു തന്നെ പറയുന്നു, അല്ലാഹുല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ അല്ലാഹുവാൻ. വസ്സമാഅ ബിനാഹ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവനും അവനാണ്. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നവനാണ്, വെള്ളം ഇറക്കി തരുന്നതും അവനാണ്. ഫഅഖ്റജ ബിഹി മിനത്തമറാത്തി റിസ്ഖൻ ലകും, എന്നിട്ടോ ആ വെള്ളങ്ങൾ ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് ഫഅഖ്റജ ബിഹി മിനത്തമറാത്ത്, അല്ലാഹു നിങ്ങൾക്ക് പഴങ്ങൾ ഉണ്ടാക്കി തരികയാണ്. ഫ്രൂട്ട്സുകൾ റിസ്ഖൻ ലകും, നിങ്ങൾക്ക് ഭക്ഷണമായി. അപ്പം മനുഷ്യൻ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന്, ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം എന്ന് അല്ലാഹു. ഈ ആരോഗ്യശാസ്ത്രം സംസാരിക്കുന്നതൊക്കെ ഖുർആൻ ഉപയോഗിച്ചു വേണമെന്ന എന്റെ അഭിപ്രായം. ഖുർആനിൽ അല്ലാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഓതിയ ആയത്തുണ്ടല്ലോ, ആദ്യ ആയത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യം ഫ്രൂട്ട്സ് കഴിക്കേണ്ടതാണ്, നമ്മൾ അവസാനം ഉണ്ടാക്കുക. അത് ചിലർ പറഞ്ഞാൽ പറയും ആദ്യം ഉണ്ടാച്ചാലേ ചിലപ്പോൾ തികഞ്ഞിട്ടില്ലെങ്കിലോ. ഫ്രൂട്ട്സ് ആദ്യം കഴിക്കണമെന്നാണ്. ഫ്രൂട്ട്സ് ആദ്യം കഴിക്കണമെന്ന്, എന്നിട്ടാണ് എന്ത് കഴിക്കേണ്ടത്? ധാന്യങ്ങൾ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ മാംസം കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് വമിനൽ അൻആമി ഹമൂലതൻ വഫർശാ, അല്ലാഹു നിങ്ങൾ കാടമാടൊട്ടകങ്ങളെയും സൃഷ്ടിച്ചു തന്നത് എന്നല്ലാഹു പറഞ്ഞത് പഴങ്ങളെയും പച്ചക്കറികളെയും കുറിച്ചുള്ള പ്രതിപാദനത്തിന് ശേഷമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആദ്യം പഴവും പച്ചക്കറിയും ഒക്കെ കഴിച്ചിട്ടാണ് മാംസം കഴിക്കേണ്ടതാണ്. നമ്മളെ കണ്ടാലും ചില ആൾക്കാർക്ക് തോന്നാം മാംസം മാത്രം തിന്നുന്നുള്ളതാണ്, കാരണം നമ്മളെ അതിമക്കിരുന്ന് കെട്ടിമറിയല. പലരും പറയാറുണ്ടല്ലോ അറബികൾക്ക് മാംസം കഴിച്ചിട്ട് എന്താ തകരാറില്ലാത്തത്. അവർ ചെയ്യാറുള്ള ഒരു രീതി ഇതാണ്, ഫ്രൂട്ട്സും അതേപോലെ ഇലകളും പച്ചക്കറികളൊക്കെ ആദ്യം കഴിക്കുമവർ, പിന്നെയാണല്ലോ മാംസം കഴിക്കാറുള്ളത്. അങ്ങനെ കഴിക്കുമ്പോൾ അതുകൊണ്ട് വല്ല ദോഷമുണ്ടെങ്കിൽ തന്നെ ആ ദോഷം ഇല്ലാതെയായി മാറുന്നു എന്ന് പരിശുദ്ധമായ ഖുർആന്റെ സൂചനയുണ്ട്. കഴിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന്. ഏതായാലും അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു ഫ്രൂട്ട്സുകൾ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്, ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഫഅഖ്റജ ബിഹി മിനത്തമറാത്തി റിസ്ഖൻ ലകും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളെ സൃഷ്ടിക്കരുത് എന്ന് ഖുർആൻ. അപ്പൊ പഴങ്ങൾ കഴിക്കണം. ഇനി കേട്ടോ നിങ്ങൾ അടുത്തത്, ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅ, അല്ലാഹുവാണ് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നത്. ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും എല്ലാ പച്ചക്കറികളെയും വൃക്ഷങ്ങളെയും അവനാണ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത്, അല്ലാഹുവാണ്. അപ്പൊ പച്ചക്കറികൾ കഴിക്കണം. ഇനി നോക്കൂ നിങ്ങൾ, ധാന്യങ്ങളെല്ലാം തറ അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅ, അല്ലാഹുവാണ് ആകാശത്ത് നിന്ന് മഴമിറക്കിയത്, മഴ ഇറക്കി തരുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഫസലകഹു യനാബിയ, ആ വെള്ളത്തെ അല്ലാഹു ഇറക്കിയിട്ട് വ്യത്യസ്തമായ വഴികളിലൂടെ അത് ഇറക്കിയിട്ട് അല്ലാഹു ഫിൽ അർദ്, ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ثم يخرج به زرعا مختلفا نكله, പിന്നെ വ്യത്യസ്തമായ രുചിഭേദങ്ങളുള്ള കൃഷികളെ, ധാന്യങ്ങളെ അല്ലാഹു ഒളിപ്പിച്ചു തരുന്നു. അപ്പൊ ധാന്യങ്ങൾ കഴിക്കണം, ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, പച്ചക്കറികൾ ഉൾപ്പെടുത്തണം, ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം. ഇനി കേട്ടോളൂ, അല്ലാഹു തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ അല്ലാഹുമായി ചെയ്ത കരാർ പൂർത്തീകരിക്കണേ. ഔഫൂ ബിൽ
ഉഖൂദ്. ഈ ആയത്തിലേക്ക് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അവസാനം ഒന്നുകൂടി വരും കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ, സൂറത്തുൽ അൻആമിന്റെ തുടക്കമാണത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖാദ്, നിങ്ങൾ അഖദ്, ഉടമ്പടി, കരാർ നിങ്ങൾ പൂർത്തിയാക്കണേ. കരാർ നിങ്ങൾ പൂർത്തിയാക്കണേ. എന്താണ് ആ കരാർ? അല്ലദീ ബൈനകും വബൈനല്ലാഹി വബൈനന്നാസ്, നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള കരാറുണ്ടല്ലോ, ആ കരാർ നിങ്ങൾ പൂർത്തിയാക്കണേ. എന്നിട്ട് പിന്നെ പറയുകയാണ് ഉഹില്ലത് ലക്കും, നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു തന്നിരിക്കുകയാണ് ബഹീമത്തുൽ അൻആം, ആടുമാട് ഒട്ടകങ്ങളുടെ മാംസത്തെ അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ്. ഇല്ലാ മാ യുത്ലാ അലൈക്കും ഗൈറ മുഹില്ലിസ് സ്വൈദ്, നിങ്ങളുടെ മേൽ നിഷിദ്ധമായി അല്ലാഹു വിവരിച്ചു തരുന്നതല്ലാത്ത എല്ലാ ആടുമാടൊട്ടകങ്ങളുടെയും എല്ലാ മൃഗങ്ങളുടെയും മാംസം അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുകയാണ്. ഇന്നമാ ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആമി, ആടുമാടൊട്ടകങ്ങളുടെ മാംസം അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുകയാണ്. ഇല്ലാ മാ യുത്ലാ അലൈക്കും ഗൈറ മുഹില്ലിസ് സ്വൈദ്, നിങ്ങൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കി വിവരിച്ചു തന്നതല്ലാത്ത എല്ലാ ആടുമാടൊട്ടകങ്ങളുടെ മാംസവും നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കിയിരിക്കുകയാണ്. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുന്നതാണ് അല്ലാഹു വിധിക്കുന്നത്. അപ്പൊ ആടുമാടൊട്ടകങ്ങളുടെ മാംസവും അല്ലാഹു അനുവദിച്ചു തന്നിരിക്കുന്നു. അപ്പൊ മാംസം മനുഷ്യൻ കഴിക്കാം എന്ന സൂചനയാണത്. മാത്രമല്ല മാംസം കഴിക്കുന്നത് ശരീരത്തിന് ഗുണകരമാണ്. പക്ഷെ നമ്മൾ തിന്നണ മാതിരി എല്ലാ നേരവും ഇറച്ചല്ല, എല്ലാ നേരവും ഇറച്ചി തിന്ന അതിന് ഗുണമല്ല. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയുന്നത് അങ്ങനെ നമ്മൾ തിന്നണ കണ്ടിട്ടുണ്ടെങ്കിൽ ചില മനുഷ്യന്മാർക്ക് തോന്നിയത് ഇവര് ഇറച്ചിയേ തിന്നുള്ളൂ, ഇതൊക്കെ കഴിക്കണം എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതി എന്ത് എന്ന് ഖുർആൻ വെച്ച് പഠനവിധേയമാക്കേണ്ടതാണ്, പഠനം നടത്തേണ്ടതാണ്. അപ്പൊ മാംസം കഴിക്കാം എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയല്ലോ. ഇനി നോക്കൂ, നിങ്ങൾ ആടുമാടൊട്ടകങ്ങളെ മാംസത്തിന് മാത്രമല്ല അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു തന്നത്. എന്തൊക്കെ ഗുണങ്ങളുണ്ടതിൽ അല്ലാഹു തന്നെ എടുത്തു പറയുന്നു. വല്ലദീ, ഒന്ന്, മനുഷ്യൻ അവയുടെ പുറത്ത് സഞ്ചരിക്കാൻ അല്ലാഹു സൗകര്യപ്പെടുത്തി തന്നു. മൃഗങ്ങളെ അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങളായി ഉപയോഗപ്പെടുത്താമല്ലദീ ജഅല ലക്കുമുൽ അൻആമ ലിതർകബൂ മിൻഹാ വമിൻഹാ തഅകുലൂൻ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ആടുമാടൊട്ടകങ്ങളെ ഉപയോഗപ്പെടുത്താം. വമിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കുകയും ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്ന്. രണ്ട്, നിങ്ങളുടെ ചരക്കുകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിക്കൊണ്ടുപോകാനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാടുകളെ ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇതൊക്കെ അല്ലാഹു മനുഷ്യന് ചെയ്തു തന്ന അനുഗ്രഹങ്ങളായി എണ്ണിപ്പറയുകയാണ്. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫ്ലൈറ്റ്, ട്രെയിന്, ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ, ചരക്ക് നീക്കുന്ന ലോറിയൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ വലിയ വാദങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? ഇതൊന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ എന്താ ചെയ്ത്? മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിയതാണ്. ചരക്കു നീക്കത്തിനായി മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിയതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹം എണ്ണി പറയുന്നിടത്ത് പറയുന്നു, വമിനൽ അൻആമി, അല്ലാഹു ആടുമാടൊട്ടകങ്ങളെ നിങ്ങൾക്ക് തന്നു. ഹമൂലതൻ, അവയിലുണ്ട് ചരക്ക് വഹിക്കാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട്. ഒട്ടകം ആ കൂട്ടത്തിലാണ്, അല്ലെ? കാളാകൂട്ടത്തിലാണ് അല്ലെ? കാളവണ്ടി ചരക്ക് കൊണ്ടുപോവാൻ, അല്ലേ? ഉത്തരേന്ത്യയുടെ പല ഭാഗത്തുപ്പോഴില്ലേ? പിന്നെ ആ സംവിധാനം ഇല്ലാത്ത കേരളത്തിലുള്ളൂ. ഉത്തരേന്ത്യയിൽ അത്യാധുനിക സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള കാളവണ്ടികളിൽ ചരക്ക് കൊണ്ടുപോകുന്നുണ്ട്. വമിനൽ അൻആമി ഹമൂലതൻ വഫർശ, നിങ്ങൾക്ക് ചരക്കു നീക്കത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തവയും ആ കൂട്ടത്തിലുണ്ട്. ആട് ചരക്കു നീക്കത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്നതല്ല. കുലൂ മിമ്മാ റസഖകുമുല്ലാഹ്, പറഞ്ഞിട്ടും അല്ലാഹു പറയാം, അല്ലാഹു നിങ്ങൾക്ക് തന്നവയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്. ചില ആളുകൾ പറഞ്ഞിട്ടാ നിർബന്ധമായും ഭക്ഷിക്കണമെന്നാ തോന്നുന്നല്ല. കുലൂ, നിങ്ങൾ കഴിച്ചോളൂ. മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. വലാ തത്തബിഊ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്.
ഇനി നോക്കൂ നിങ്ങൾ അടുത്തതോ, പാല്. മൃഗങ്ങൾ നിങ്ങൾക്ക് തരുന്ന പാലുണ്ടല്ലോ, ആടുമാടൊട്ടകങ്ങൾ, അത് നിങ്ങൾക്ക് കുടിക്കാം. പാല് വണ്ടി തടഞ്ഞു എന്ന് കേട്ടു ഈയിടെയായി. പാല് നിങ്ങൾക്ക് കുടിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് വേണ്ടിയാണ് ഈ സംവിധാനമൊക്കെ ചെയ്തത്. പാല് പശുവാണെങ്കിൽ പശുക്കുട്ടിക്ക് കുടിക്കാൻ മാത്രമുള്ളതല്ല, ഒരു പശുക്കുട്ടിക്ക് കുടിച്ചാൽ തീരാവുന്ന പാലല്ല ഒരു പശുവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചത്. പിന്നെ അള്ളാഹുവിന്റെ പ്രതിനിധികളായി അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച മനുഷ്യന് കൂടെ കുടിക്കാനുള്ള സംവിധാനം അള്ളാഹു ആ മൃഗങ്ങളിൽ അത്രയും പാലുൽപാദനത്തിനുള്ള സംവിധാനം അള്ളാഹു ചെയ്തിട്ടുണ്ട്. വഇന്നലകും ബിൽഅൻആമി ലഇബ്റ, ആടുമാടൊട്ടകങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ, പഠനം നടത്താൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ മനസ്സിലാക്കാനും കഴിയും. നുസ്തീകും മിമ്മാ ഫീ ബുതൂനിഹാ, ഈ ആടുമാടൊട്ടകങ്ങളുടെ ബുതൂനിഹ, അവയുടെ വയറിൽ നിന്ന് നാം നിങ്ങൾക്ക് കുടിപ്പിക്കുന്നു. അതേതാണ്? പാല്. വലകും ഫീഹാ മനാഫിഉ കസീറ, ധാരാളം ഗുണങ്ങൾ നിങ്ങൾക്ക് അവയിലുണ്ട്. വമിൻഹാ തഅകുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ആ ആടുമാടൊട്ടകങ്ങളെ ഭക്ഷിക്കാം. ഇനി നോക്കൂ നിങ്ങൾ, മറ്റുപകാരം എന്താ? ആടുമാടൊട്ടകങ്ങളുടെ തോല്, രോമം, ഇതെല്ലാം, ഇതുകൊണ്ടെല്ലാം മനുഷ്യർക്ക് ഗുണമുണ്ട്. വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകന, വല്ലാഹു അല്ലാഹുവാണ് ജഅല ലകും മിൻ ബുയൂതികും സകന, നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു നിങ്ങൾക്ക് സമാധാനം നിശ്ചയിച്ചിരിക്കുകയാണ്. വജഅല ലകും മിൻ ജുലൂദിൽ അൻആമി ബുയൂത, ആടുമാടൊട്ടകങ്ങളുടെ തോല് കൊണ്ട് നിങ്ങൾ വീടുകൾ നിർമ്മിക്കുന്നു. അപ്പൊ നിങ്ങൾ പറയും, സാർ നമ്മളെ കല്ലുകൊണ്ടല്ലേ വീടുണ്ടാക്കണേ? അറബികൾ അന്നങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അറബികൾ യാത്രയിൽ ഉണ്ടാക്കുന്ന വീടുകൾ, ടെന്റുകൾ, നമ്മളിങ്ങനെ ടെന്റ് എന്ന് പറയും. അന്നെ വീട് ആവണമെങ്കിൽ, വീട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സംരക്ഷണം തരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. വലിയൊരു വീടുണ്ടാക്കി അത് സംരക്ഷണം ഇല്ലെങ്കിൽ അത് ശരിക്കുള്ള വീട് എന്നുള്ളതിന്റെ കൂട്ടത്തിൽ പെടൂല. ചെറിയൊരു വീടാണ്, സംരക്ഷണം കൊടുക്കാൻ പറ്റാവുന്ന വീടാണെങ്കിൽ ആ വീടാണ്. അറബികൾ സാധാരണ യാത്രയിൽ ടെന്റുകളാണ് ഉപയോഗിക്കാറുള്ളത്. അന്നവർ ടെന്റുകൾ കെട്ടാൻ ഒട്ടകത്തിന്റെ തോല്, ഇതുപോലെയുള്ള ആടുമാടൊട്ടകങ്ങളുടെ തോലുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതാണ് ഖുർആൻ സൂചിപ്പിച്ചത്. യൗമ ലഅനികും തസ്തഖിഫൂനഹാ, ആ വീടുകൾ നിങ്ങൾക്ക് ചുമന്നുകൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. യൗമ ലഅനികും, നിങ്ങൾ യാത്ര പോകുന്ന സമയം. വയൗമ യഖാമതികും, നിങ്ങൾ ഇനി യാത്ര പോകാതെ നാട്ടിൽ താമസിക്കുന്ന സമയവും. യാത്ര പോകുന്ന സമയത്ത് ചുമന്നു കൊണ്ടുപോകാൻ പറ്റുന്ന വീട് എന്നെന്താ? ടെന്റുകൾ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനപ്പുറത്ത് വെച്ച് നിങ്ങളൊരു സ്ഥലത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് 4 കുറ്റി വേടി വലിച്ചു കെട്ടിയാൽ നിങ്ങൾക്ക് ആ വീട് നിർമ്മിക്കാനും കഴിയും. ഒട്ടകങ്ങളുടെ തോലുകൊണ്ട്, മൃഗങ്ങളുടെ തോലുകൊണ്ട് നിങ്ങൾ വീടുകൾ നിർമ്മിച്ചിരുന്നുവെന്ന് ഖുർആൻ. പണ്ട് AC ഇല്ലല്ലോ, ഇപ്പോഴല്ലേ എയർ കണ്ടീഷൻ. അറബികൾ എങ്ങനെ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഈ ഒട്ടകത്തിന്റെ തോലുകൊണ്ട്, തോലുകൾ ഉപയോഗിച്ച് ടെന്റ് കെട്ടിയാല് ആ ടെന്റ് എയർ കണ്ടീഷൻ മാതിരിയാണ്. അതുകൊണ്ടാണല്ലോ പൊരിഞ്ഞ ചൂടിൽ ഒട്ടകം നടക്കുന്നത്. നമ്മളെ തല കൊള്ളുന്ന സമയത്ത് നമ്മൾ വിചാരിക്കൂലേ, പഠിച്ചോനെ ഈ ഒട്ടകം എങ്ങനെ നടക്കണേ? ഒട്ടകത്തിന് എയർ കണ്ടീഷനാ. ഒട്ടകത്തിന് എയർ കണ്ടീഷനാ ശരീരത്തിന് അല്ല കൊടുത്തത്, തോലുകൊണ്ടാണ്. അല്ല പറഞ്ഞ് നിങ്ങൾ ഈ മൃഗങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. വമിനൽ അന്നലകും ഫിൽ അൻആമി ലഇബ്റ എന്ന് അല്ലാഹു പറഞ്ഞത്. പിന്നെയോ, അപ്പൊ ഈ ആടുമാടൊട്ടങ്ങളുടെ തോലുകൊണ്ട് നിങ്ങൾ വീടുകൾ നിർമ്മിക്കുന്നു. വയൗമ യഖാമതികും വമിൻ അസ്വാഫിഹാ വഔബാരിഹാ വഅശ്ആരിഹാ, ഒട്ടകങ്ങളുടെ അതേപോലെ ആടുകളുടെ മാടുകളുടെ രോമം കൊണ്ട് അസാസൻ വമതാഅൻ ഇലാഹീൻ, അസാസൻ നിങ്ങളുടെ വീട്ടുമത്താൻ, വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും നിങ്ങൾ നിർമ്മിക്കുന്നു. ഇലാഹീൻ, ഒരു പ്രത്യേകമായ സമയപരിധി വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സാധന സാമഗ്രികളും നിങ്ങളത് കൊണ്ടുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ആടുമാടൊട്ടകങ്ങൾ കൊണ്ട് മനുഷ്യന് കിട്ടുന്ന ഗുണങ്ങൾ സത്താവായ അല്ലാഹു എടുത്തു പറഞ്ഞു തന്നതാണ്. എന്തിനെ? മനുഷ്യൻ പഠിക്കാനും അവന്റെ ജീവിതത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്താനും. അപ്പൊ ഈ എല്ലാ രീതിയിലുള്ള മുളകളുള്ള ഗുണങ്ങളും ആടുമാടൊട്ടകങ്ങളിലുണ്ട്. എന്നാൽ അതിലുള്ള മറ്റൊരു ഗുണമാണ് അതിന്റെ മാംസം മനുഷ്യന് ഭക്ഷിക്കാനും കഴിയുന്നു എന്നത്. 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 79-ാമത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ ലിതർകബൂ മിൻഹാ, ആടുമാടൊട്ടകങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. വമിൻഹാ തഅകുലൂൻ,
യാത്ര ചെയ്യുക മാത്രമല്ല അതിന്റെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോ ആടുമാടൊട്ടകങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പിന്നെയോ കഴിപ്പിക്കുകയും ചെയ്യാം. സ്വന്തം കഴിക്കുക മാത്രമല്ല വേറുള്ളവരെ കഴിപ്പിക്കുകയും ചെയ്യാം എന്നാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, സൂറത്തുൽ ഹജ്ജ് 22ാമത്തെ സൂറത്താണത്. 28ാമത്തെ ആയത്ത് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിഅ ലഹും. ആളുകളോട് ഹജ്ജിന് വരാൻ പറയണം. ഖുർആൻ ഞാനതിന്റെ രത്നച്ചുരുക്കം പറയാം. ലിയശ്ഹദൂ മനാഫിഅ ലഹും, എന്തിനാണ് അവരോട് വരാൻ പറയേണ്ടത്? അവർക്കൊരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾക്ക് അവർ സാക്ഷിയാവാൻ. വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടാൻ. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ആടുമാട് ഒട്ടകങ്ങളെ അല്ലാഹുവർക്ക് നൽകിയതിന്റെ പേരിൽ ശുക്റായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടാൻ. ഫകുലൂ മിൻഹാ, ആടുമാട് ഒട്ടകങ്ങളുടെ ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ. വഅത്ഇമുൽ ബായിസ വൽ ഫഖീർ, പാവപ്പെട്ടവരെ നിങ്ങൾ അതിന്റെ മാംസം കഴിപ്പിക്കുകയും ചെയ്തോളൂ. ഹജ്ജിന്റെ പ്രധാനമായൊരു കർമ്മമാണല്ലോ ബലി ചെയ്യുക എന്നത്. ബലികർമ്മം ചെയ്യാ. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പൊ അർക്കാദ്യം ജീവിച്ചൂടെ, എന്തിനാ അതിനെ കൊച്ചുപൊടി ഉണ്ടാക്കുക? നമ്മളെ കോമ്പിലുണ്ട് അങ്ങനെ ചോദിക്കണം മനുഷ്യന്മാര്. അർക്കാതെ ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ബലികർമ്മം എന്നത് ഹജ്ജിന്റെ പ്രധാനമായൊരു അമലാണല്ലോ. യൗമുൻ നഹർ, യൗമുൻ നഹർ, ദുൽഹിജ്ജ 10 പറഞ്ഞ പേരെന്താ? യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറക്കണ ദിവസം. യൗമുൻ നഹർ, ബലി പെരുന്നാൾ എന്നല്ലേ? ബലി പെരുന്നാൾ എന്നാ അത് നമ്മൾ പിന്നെ നമ്മളെ ഭാഷയ്ക്ക് ഒന്നുകൂടി മാറ്റിയിട്ട് പറയും വലിയ പെരുന്നാൾ. അപ്പൊ വലിയ പെരുന്നാളിനാണ്, മറ്റേ ചെറിയ പെരുന്നാളും ഇത് വലിയ പെരുന്നാളും. ബലി പെരുന്നാൾ യൗമുൻ നഹർ, നേരന്റെ അർത്ഥം അതാണ്. അറക്കുന്ന ദിവസം. എന്താണ് ബലി? അല്ലാഹുവിനെ ബലി കഴിപ്പിക്കുന്ന ആ പ്രധാനമായ ബലി അറക്കുന്ന പ്രധാനമായ കർമ്മത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കർമ്മത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉളുഹിയ്യത്ത് അറക്കുക എന്ന് നമ്മൾ പറയും. അതാണത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ബലി കറക്കുക എന്നത് വളരെ പുണ്യകരമായൊരു കർമ്മമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഒരാൾ ബലിയെറുത്താൽ ആ ബലിയെറുത്ത മൃഗത്തിന്റെ ശരീരത്തിൽ എത്ര രോമമുണ്ടോ ആ രോമത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹു പാപങ്ങൾ പൊറുത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബലിയെറുക്കുക, മാംസങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക, അതും പുണ്യകർമ്മമാണ്. അതേപോലെ ഹഖീഖത്തറുക്കുക. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പേരിൽ ഹഖീഖത്തറുക്കുക. എന്താ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഓരോ കുട്ടിയും മർഹൂനൻ, ആ കുട്ടി പണയപ്പെടുത്തപ്പെട്ടവനാണ്. ഹഖീഖത്തിന് പകരം പണയപ്പെടുത്തപ്പെട്ട ആളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 7ാമത്തെ ദിവസം അവൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ നാട്ടിൽ 40 എന്നാ അവർക്ക്, നമ്മുടെ നാട്ടില് 40 എന്നാ ഹഖീഖത്തറുക്കുക. അതെങ്ങനെ അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല. സുന്നത്ത് 7ാം ദിവസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഉഷാറായിട്ട് കൊടുക്കിട്ടോ, നല്ലൊരു ദിവസമാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ബലിയറക്കുക എന്നത് പുണ്യകർമ്മമാണ്. ഇതൊക്കെ ഈ മൃഗങ്ങളൊക്കെ അറുത്തിട്ടേ കഴിക്കാവുന്ന, ചത്തത് കഴിക്കരുത്. കഴിക്കാനുള്ളൊരു നിബന്ധനയാണ് അറവ് നടത്തുക. അറവ് നടത്തുക അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട്. 2ാം അധ്യായം സൂറത്തുൽ ബഖറ 173ാമത്തെ ആയത്ത്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് ഫമൻ യുത്റ ഗൈറ ബാഇൻ വലാ ആദി ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത, അല്ലാഹു നിങ്ങൾക്ക് ശവത്തെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. പാടുമാടൊട്ടകങ്ങളിൽ ചത്തതിനെ കഴിക്കാൻ പാടില്ല. കഴിക്കണോ അറുക്കണം, അറുത്തേ കഴിക്കാവൂ എന്ന് അല്ലാഹു നിബന്ധന വെച്ചിരിക്കുകയാണ്. വദ്ദമ, രക്തവും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. വലഹ്മൽ ഖിൻസീർ, പന്നി മാംസവും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ പേരല്ലാതെ മറ്റൊരു പേരുച്ചരിച്ചറുക്കപ്പെട്ടതും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടത്
ദൈവനാമത്തിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കാവുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അറക്കണം എന്നത് നിബന്ധനയാണ്. അപ്പൊ ചത്തത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആടുമാടൊട്ടകങ്ങളെ കഴിക്കേണ്ട രീതിയാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. ഇത് ഖുർആനാണ്. ഇതൊക്കെ മാറ്റിവെക്കാനും കഴിയുമോ? മനുഷ്യർക്ക് അള്ളാഹു മാർഗദർശനം ചെയ്യാൻ ഇറക്കിയ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. മാറ്റിവെക്കാൻ കഴിയും? അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആരോഗ്യം ഭക്ഷണത്തിൽ നിർണയിച്ച പടച്ച റബ്ബ് പഴങ്ങൾ കഴിക്കാൻ, പച്ചക്കറികൾ കഴിക്കാൻ, മാംസം കഴിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് ആരോഗ്യകരമായൊരു ജീവിതം സാധ്യമാവുക. ഇനി മാംസം കഴിക്കാതെ ജീവിച്ചുകൂടെ? ജീവിക്കാം, വിരോധമില്ല. മാംസം കഴിക്കൽ നിർബന്ധമാണെന്ന് അല്ലാഹു എവിടെയും പറഞ്ഞിട്ടുമില്ല. ഈ കാണുന്ന സംവിധാനമെല്ലാം മനുഷ്യർക്ക് അല്ലാഹു ചെയ്തു തന്നതാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ഒരു സുദീർഘമായ സമയം നമ്മുടെ മുമ്പിൽ സംസാരിക്കാനില്ലല്ലോ. നമുക്ക് ജുമാ നമസ്കാരത്തിനായി നമ്മുടെ നാടുകളിലേക്ക് എത്തിച്ചേരണം. റഹ്മുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മുടെ ജുമാ നമസ്കാരങ്ങളും നമ്മൾ നോമ്പുകളുമെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അറവ് സംബന്ധമായി, മാംസാഹാര സംബന്ധമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുത്തുദ്ധരിച്ചത്. എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു മാംസമെന്ന ഹദീസിൽ കാണാം. അതുതന്നെ റസൂലുള്ളാഹിക്ക് ആടിന്റെ കുറുകായിരുന്നു കൂടുതൽ ഇഷ്ടവുമെന്ന ഹദീസുകളിൽ സ്വഹാബികൾ പറഞ്ഞതായി കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു മാംസമെന്ന് ഞാൻ പറഞ്ഞത്. ആയത്തുകളിൽ അല്ലാഹു മാംസാഹാര സംബന്ധമായി പറഞ്ഞ ചില ആയത്തുകളാണ്. അപ്പം മാംസം ഭക്ഷിക്കാം. ഇനി ശ്രദ്ധിക്കണം നിങ്ങൾ, ഖുർആന്റെ അധ്യാപനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ വിഷയം ആടും. റമദാന്റെ 10 ദിവസത്തെ വയലുണ്ടായിരുന്നു. ഈ കൊല്ലം വയലില്ല എന്നപ്പോൾ ഭയങ്കര വിഷമായി. 4 ദിവസം പോലെ എല്ലാ കൊല്ലം 10 ദിവസം പറയണോ? എല്ലാ കൊല്ലം 10 ദിവസം പറഞ്ഞാൽ മാറ്റന്നൂരിന് തിരിച്ചുവിടും. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസമൊക്കെ എനിക്ക് പറയേണ്ട എന്താ, നിങ്ങൾ ആളെ മാറ്റണം. 5-8 കൊല്ലമായില്ല നമ്മളിങ്ങനെ പറയുന്നത്. പുതിയ ആളെ കൊണ്ടുള്ള പുതിയത് പഠിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്ത കൊല്ലം അത്രയും ഇൽമ എന്ന രീതിയിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് നടത്തിക്കൊണ്ടുപോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ എനിക്കൊരു പൂതിയുണ്ട്. സാധാരണ പൊങ്കൽ വരുമ്പോൾ നിങ്ങളോട് ഈ പാന്റിന്റെ ചെലവിനുള്ള പൈസെങ്കിലും വാങ്ങുമല്ലോ. ഒരു ഗിൽസും വാങ്ങാതെ ഒരു 5 ദിവസം റസൂലുള്ളാഹിന്റെ മദഹ് മാത്രം പറയണമെന്നൊരു പൂതിന്റെ മനസ്സിലുണ്ട്. ബക്കറ്റ് പിരിവ് പോലും ഉണ്ടാവില്ല. മനസ്സിലായില്ല? അത് എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഇവിടെ വെക്കണം തോന്നിയാൽ ഇവിടെ വെക്കും. അപ്പം നിങ്ങളെ വിവരം അറിയിക്കും. ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വെക്കും. എവിടെ വെക്കണം എന്നുള്ളതിനെ ആലോചിച്ചുകൊണ്ടിരിക്കാം. ഈ കൊല്ലം ഇൻഷാ അല്ലാഹ് 5 ദിവസം അത് എല്ലാ കൊല്ലവും തുടർന്നു പോകും. റസൂലുള്ളാഹിന്റെ മദഹ് ഒരു തലക്കെന്ന് പറയുക ചെയ്യാം. റസൂലുള്ളാഹിന്റെ ആഗമനം മുതൽ ഇങ്ങനെ പറഞ്ഞിട്ട് വഫാത്ത് വരെ ചിലപ്പോൾ ഒരു 10-20 കൊല്ലം വേണ്ടി വരും പറഞ്ഞു തീർക്കാൻ. പക്ഷെ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇല്ലെങ്കിലും ഉള്ളത്ര നമ്മളോട് പറയും. അതൊരു മനസ്സിന്റെ പൂതിയാണ്. റസൂലുള്ളാഹിനെ ഒന്ന് പറഞ്ഞു തീർക്കണമെന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞാൽ തീരൂല, എന്നാലും ഒരു പൂതി ഉണ്ടാവില്ല മനസ്സിൽ. അങ്ങനെ ഒരു ബക്കറ്റ് പിരിവ് പോലും നടത്താതെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കണ്ണൂരിൽ നിന്ന് പോകണമെന്ന് വിചാരിക്കുമ്പോൾ പോകാൻ കഴിയാത്ത എന്താ അറിയാം, കണ്ണൂർക്കാരെ തരുന്ന സ്നേഹമാണ്. എൻ്റെ അമ്മ ഷക്കൂറിനെ കൊന്നപാട് എൻ്റെ അമ്മ ചോദിച്ചിരുന്നു, മോൻ നടക്കുന്നത് പോലും തന്നെ. ഉമ്മാക്ക് മക്കളെ കാര്യത്തിൽ അങ്ങനെയല്ല ഉണ്ടാവുക. മോൻ എന്തിനാ ഞാൻ കണ്ണൂർക്ക് അങ്ങോട്ട് പോരും? ഞാൻ ചോദിച്ചാൽ എൻ്റെ അമ്മ ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചല്ലോ ഒരു കുട്ടീനെ വായത്തട വെട്ടണമായി വെട്ടിക്കൊന്നെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ അത് വളരെ ചെറുതാണ്. ഈ ജില്ലയുടെ ഒരു സ്നേഹമുണ്ട്, അതിനൊക്കെ മറികടക്കുന്നതാണെന്നായിരുന്നു ഞാൻ ഉമ്മയോട് പറഞ്ഞത്. അതുകൊണ്ടാണ് പലപ്പോഴും നിർത്തിയിട്ട് തിരിച്ചു പോകണമെന്നൊക്കെ വിചാരിക്കൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബന്ധം മരണം വരെയുള്ള ബന്ധമാക്കി തരട്ടെ. മരിച്ചു എന്ന് കേട്ട നിങ്ങൾ മയ്യിത്ത് സ്കരിക്കാൻ മറന്നുപോയത് പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്തെങ്ങൾ പറയണമെന്ന് കരുതിയിട്ടാണ് ഈ പണി നടത്തുന്നത്. അൽഹംദുലില്ലാഹ്. ഒരു 3 സ്വലാത്തിന് ഇന്നലെ ലൈലത്തുൽ ഖദറാവാൻ വളരെ സാധ്യതയുള്ള ഒരു രാവായിരുന്നു. ആണെങ്കിൽ നമ്മളതിൽ ഉൾപ്പെടണമല്ലോ. മരിച്ചവർക്കൊക്കെ വേണ്ടി ഒരു വെള്ളിയാഴ്ച നമ്മൾ നല്ലൊരു സമയത്ത് ഒരുമിച്ച് കൂടിയില്ല. കഴിഞ്ഞിട്ട് എല്ലാവരും ജുമാക്ക് വേണ്ടി എത്താൽക്കൗത സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
اللهم صل على محمد يا ربي صل عليه وسلم. ഹുസൈൻ തന്റെ അടുത്ത് കൊടുത്ത് റസീറ്റ് ഉണ്ടാവും വാങ്ങിച്ച അതിന് പേടി എന്താ അറിയോ, ഇതിനിപ്പോ ഒരു 4-5 ലക്ഷം ഉറുപ്പുണ്ടല്ലോ, ബക്കറ്റിൽ ഇങ്ങനെ കിട്ടിയാൽ ഒന്നും ആവൂലല്ലോ. ആവും, നിങ്ങൾ ബേജാറാണ്. ആവൂലേ? അത് ബേജാറാണ്. ഓൽക്കതാ ബേജാറ്. ഇന്നലെയൊക്കെ ബക്കറ്റ് കിട്ടിയ മാതിരി പോയാൽ പഠിച്ചോനെ കുടുംബമല്ലോ. അതാവും. ഞാൻ ആയിട്ടില്ലെങ്കിൽ അതിനല്ലേ ദുബായിക്കാരോട് ഇരിക്കണേ. ഇൻഷാ അതാവും. ഒരു ബേജാറും വേണ്ട. അത് നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കവറ് തരും. മറ്റന്നാൾ നിങ്ങൾ എല്ലാവരും ആ കവറിലൊന്ന് മനസ്സറിഞ്ഞ് വെച്ചാൽ തന്നെ പൂർത്തി. പൂർത്തിയൊന്ന് മനസ്സ് പറയുന്നു, മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ ഈ കൊല്ലം ഈ പരിപാടി വിജയിക്കൂലായിരുന്നു. അപ്പോൾ ഉസ്താദ് പി ഉസ്താദ് ബേജാറാണ്. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു അല്ലാഹ്. ഞങ്ങളുടെ സ്തുതികൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീൻ പ്രതിസന്ധിയിലാ റബ്ബേ. ലോകത്ത് എല്ലാ ഭാഗത്തും സിറിയയെ തകർത്ത് കളഞ്ഞു, ഇറാഖിനെ പിച്ചു ചീന്തി, ലിബിയെ നശിപ്പിച്ചു കളഞ്ഞു, അഫ്ഗാനെ നേരത്തെ തകർത്തു. ഇനി ഇസ്ലാമിക ലോകത്ത് സമാധാനമുള്ള കുറച്ച് രാജ്യങ്ങളാണ് GCC രാജ്യം. അവയും കൂടെ തകർക്കാനുള്ള ശത്രുവിന്റെ വിഫലമായ ശ്രമമാണ്. അല്ലാഹുവേ, നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഇന്ത്യ രാജ്യത്ത് പോലും പ്രതിസന്ധിയാണ്. ഒരു മനുഷ്യനെ തിന്നേണ്ടതുപോലും എന്ത് എന്ന് ഭീകരവാദികൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ. അല്ലാഹ് ഞങ്ങൾക്കതിൽ പതറിപ്പോകുന്നില്ല റബ്ബേ. ഞങ്ങൾ നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമെന്ന്. സദാഅലൈക്കുമുല്ലമം, എല്ലാ സമുദായവും എന്റെ സമുദായത്തിന് നേരെ കൈകാക്കും. അല്ലാഹുവിന്റെ ഹബീബ്, എന്റെ ഹബീബ് 14 നൂറ്റാണ്ടും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ പതറില്ല, ഒരിക്കലും ഞങ്ങൾ പതറുകയില്ല. അല്ലാഹ്, ഉറച്ച ഖൽബ് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ആ മാംസം തിന്നതിന്റെ പേരിലാണ് അഖ്ലാഖ് എന്നൊരു മനുഷ്യനെ അടിച്ചു കൊന്നത്. മാംസം തിന്നതിന്റെ പേരിൽ, അതും പശുമാംസമാണ്, ഇന്നതുവരെ തെളിയിക്കപ്പെടാൻ പറ്റിയിട്ടില്ല. അല്ലാഹ്, ഓരോ ദിവസവും ഈ ഉമ്മത്ത് പ്രതിസന്ധിയിലേക്ക് കടന്നു നീങ്ങുകയാണ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്, ഈമാൻ തരണേ അല്ലാഹ്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? എല്ലാ സമുദായവും നിങ്ങളെ നശിപ്പിക്കും, എല്ലാ ജനവിഭാഗവും. എന്താ റസൂലുള്ളാഹി ഇത്? ഞങ്ങളെന്ന എണ്ണത്തിൽ പോകുന്നത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല, ബൽ അൻതും കസീർ, നിങ്ങൾ മലപ്പാച്ചിൽ വെള്ളത്തിലുള്ള ചണ്ടികളെ പോലെ നിങ്ങൾ ചണ്ടികളാകും. നിങ്ങളുടെ ശത്രുക്കൾ ഹൃദയത്തിൽ ഭയം അല്ലാഹു എടുത്തു കളയുന്നതാണ്. വലയഖദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ,